എന്താ സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര്? കെമിക്കൽ ബോണ്ടിങ്. കെമിക്കൽ ബോണ്ടിങ്, രാസബന്ധനം എന്ന് പറയും. കെമിക്കൽ ബോണ്ടിങ് അല്ലെങ്കിൽ രാസബന്ധനം. ഇനി ബുക്ക് അടച്ചു വെച്ചാൽ ഞാൻ പറയുന്ന സമയത്ത് തുറന്നാൽ മതി. നിങ്ങൾ ഇനി ബാക്കി ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. രാസബന്ധനം എന്ന് പറയും, കെമിക്കൽ ബോണ്ടിങ്. അപ്പൊ ആ കെമിക്കൽ ബോണ്ടിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കുറച്ച് കാര്യങ്ങൾ, അതിന്റെ കഴിഞ്ഞ വർഷമല്ല, കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ, അതിന്റെ കുറച്ച് കണ്ടിന്യൂഷൻ നമുക്ക് ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അതല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ ഈ ആറ്റം എന്താന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താണ് ആറ്റംസ്? ആറ്റംസ് ആർ ദി സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു പദാർത്ഥം നിർമ്മിച്ചിരിക്കുന്ന അതിസൂക്ഷ്മ കണങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ആറ്റംസ് എന്ന് പറയും, അല്ലെങ്കിൽ ആറ്റങ്ങൾ എന്ന് പറയും. ഈ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് എന്തായി മാറും? മോളിക്യൂൾസ് ആയിട്ട് മാറും, തന്മാത്രകളായി മാറും. ആറ്റംസ് കമ്പൈൻ ടു ഫോം മോളിക്യൂൾസ്. ആറ്റങ്ങൾ കൂടിച്ചേർന്ന് എന്തായി മാറും? തന്മാത്രകളായി മാറും. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഈ ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നത്? Why do atoms combine each other? എന്തിനു വേണ്ടി ആറ്റങ്ങൾ കൂടിച്ചേരുന്നു? അല്ലെങ്കിൽ why do atoms take part in chemical reaction? ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് എന്തിനു വേണ്ടി? എന്തിനു വേണ്ടിയാണ് ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്? ഇപ്പൊ ഓക്സിജൻ, ഒരു ഉദാഹരണം ഓക്സിജൻ ആറ്റം. അതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ O എന്നാണ് അതിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ. പക്ഷേ നമുക്ക് ചുറ്റുമുള്ള ഓക്സിജൻ അത് O അല്ല, അതെന്താണ്? O2 ആണ്. എന്താണ്? O2. ഇനി അതല്ല, നമ്മൾ ഓസോണിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഓസോൺ ലെയർ, ഓസോൺ പാളി കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഓസോൺ എന്ന് പറയുന്നത് എന്താണ്? O3 ആണ്. ഓസോൺ എന്താണ്? O3 ആണ്. O3 അതാണ് ഓസോൺ എന്ന് പറയുന്നത്. അപ്പൊ ഓക്സിജൻ O ഉണ്ട്, O2 ഉണ്ട്, O3 ഉണ്ട്. ഇതിൽ O എന്ന് പറയുന്നത് ഓക്സിജൻ ആറ്റം എന്ന് പറയും. O2ഉം O3ഉം എന്താണ്? ഓക്സിജൻ മോളിക്യൂൾ ആണ്. ഓക്സിജൻ മോളിക്യൂൾ ആണ്, തന്മാത്രയാണ്. അപ്പൊ എന്തിനാ ഈ O2ഉം O3ഉം ഒക്കെ ആയിട്ട് മാറിയത്? അതിന് O ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്തുകൂടായിരുന്നോ? O ആയിട്ട് തന്നെ ഇരുന്നാ പോരായിരുന്നോ? പിന്നെ എന്തിനാണത് O2ഉം O3ഉം ഒക്കെ ആയിട്ട് മാറിയത്? എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടി? ഒരൊറ്റ വാക്യമുള്ള അവിടെ, ഫോർ അറ്റൈനിങ് സ്റ്റെബിലിറ്റി. എന്തിനു വേണ്ടി? സ്റ്റെബിലിറ്റിക്ക് വേണ്ടി, സ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടിയാണ്. എന്ത് കൈവരിക്കുക? സ്ഥിരത കൈവരിക്കുക, സ്ഥിരത, സ്റ്റേബിൾ ആകുക, അതിനു വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി. Why do atoms take part in chemical reaction? എന്തിനു വേണ്ടിയാണ് ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്? For attaining stability. എന്ത് കൈവരിക്കുക? സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയാണ് ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അപ്പൊ വീണ്ടും ഒരു ചോദ്യമുണ്ട്. How an atom becomes stable? എന്തിനാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ആറ്റം സ്റ്റേബിൾ ആയി മാറുന്നത്? എങ്ങനെയാണ് ഒരു ആറ്റത്തിന് സ്ഥിരത കൈവരിക്കുന്നത്? ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിൽ പോലും നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോഴേ പഠിച്ച് ഇങ്ങനെ പോകുന്നത് എന്തിനു വേണ്ടിയാ? കുറച്ചുകൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് പഠിത്തമൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജോലി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പൊ ആ നല്ലൊരു ജോലി നമ്മൾ വാങ്ങിക്കുന്നത് എന്തിനാ? നമുക്കൊന്ന് സ്റ്റേബിൾ ആകാൻ വേണ്ടി, സ്ഥിരതയാകാൻ വേണ്ടി. നമുക്ക് സെൽഫ് എന്താണ്? എക്സിസ്റ്റൻസ്, നമുക്ക് സ്വന്തം ആയിട്ട് നിലനിൽക്കുക, മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, മറ്റാരെയും ആശ്രയിക്കാതെ, ഫിനാൻഷ്യൽ ആയിട്ടും മറ്റു പല കാര്യങ്ങളിൽ, സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, ആശ്രയിക്കാതെ നിൽക്കാൻ വേണ്ടിയാണ്.
അവിടെയും നമ്മളും എന്തിനു വേണ്ടിയാ ജീവിക്കുന്നത്? സ്റ്റെബിലിറ്റിക്ക് വേണ്ടി, സ്ഥിരതയ്ക്ക് വേണ്ടി. അതുപോലെ ആറ്റങ്ങളും ഈ ഓക്സിജന്റെ പ്രത്യേകത, ഈ ഓക്സിജൻ ആറ്റത്തിന്റെ പ്രത്യേകത, അതിന് സെൽഫ് എക്സിസ്റ്റൻസ് ഇല്ല, സ്വതന്ത്രമായി അല്ലെങ്കിൽ നിൽക്കാൻ സാധ്യമല്ല. ഓക്സിജൻ ആറ്റത്തിന് മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നിലനിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഓക്സിജന് തന്നെ മറ്റൊരു ആറ്റവുമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആറ്റവുമായിട്ടോ കമ്പൈൻ ചെയ്യും. മനസ്സിലായോ? അല്ലെങ്കിൽ കൂടിച്ചേരും. അങ്ങനെയാണ് അത് സ്ഥിരതയുള്ളതായി മാറുന്നത്. ഉദാഹരണം, ഓക്സിജന്റെ തന്നെ മറ്റൊരു ഓക്സിജൻ ആറ്റവുമായി കൂടിച്ചേർന്ന് അതെന്തായി മാറി? O2 ആയിട്ട് മാറി. ഇനി അങ്ങനെയല്ല, ഓക്സിജൻ വേണമെങ്കിൽ സ്ഥിരത നേടാൻ വേണ്ടി വേറെ ഏതെങ്കിലും ആറ്റവുമായിട്ട് കൂടിച്ചേരാം. അപ്പൊ അതെന്തായി മാറും? H2O ആയിട്ട് മാറും. മനസ്സിലായോ? അപ്പൊ ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്നത് H2O ജലമായി മാറി. അപ്പോഴും അത് സ്റ്റേബിൾ ആയി. വേണമെങ്കിൽ ഓക്സിജന് കാർബണുമായിട്ട് കൂടിച്ചേരാം, എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറാം. കാർബണുമായിട്ട് കൂടിച്ചേർന്ന് എന്തായി മാറാം? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ അതിന് സ്ഥിരത കൈവരിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അത് ഒന്നുകിൽ അതിന്റെ ആറ്റം അതേ ആറ്റവുമായി കമ്പൈൻ ചെയ്യുന്നു, അല്ലെങ്കിലോ മറ്റേതെങ്കിലും ആറ്റവുമായി കമ്പൈൻ ചെയ്യുന്നു, വേറെ ഏതെങ്കിലും ആറ്റവുമായി കൂടിച്ചേർന്ന്. ഇതെല്ലാം എന്തിനാ ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്നത്? ഫോർ അറ്റൈനിങ് സ്റ്റെബിലിറ്റി. എന്ത് കൈവരിക്കാൻ വേണ്ടി? സ്റ്റെബിലിറ്റി, സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? കമ്പൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ നമ്മുടെ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടി. എന്തായിരുന്നു ആദ്യത്തെ ചോദ്യം? വൈ ആറ്റംസ് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ? എന്തുകൊണ്ടാണ് ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്? ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട്? ഫോർ അറ്റൈനിങ് സ്റ്റെബിലിറ്റി, സ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടി. അപ്പൊ വീണ്ടും ഒരു ചോദ്യം അവിടെ വീണ്ടും വന്നു. ഹൗ ആൻ ആറ്റം ബിക്കം സ്റ്റേബിൾ? അങ്ങനെയാണെങ്കിൽ ഒരു ആറ്റം എങ്ങനെ സ്റ്റേബിൾ ആയി മാറും, സ്ഥിരതയുള്ളതായി മാറും? എങ്ങനെയാണ് ഒരു ആറ്റം സ്ഥിരതയുള്ളതായി മാറുന്നത്? ഹൗ ആൻ ആറ്റം ബിക്കം സ്റ്റേബിൾ? അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കാര്യവുമായി കണക്ട് ചെയ്ത് പറയുന്നു. An atom becomes stable when its outermost shell contain 8 electrons. ഒരു ആറ്റം സ്ഥിരതയുള്ളതായി മാറുന്നു എപ്പോഴാണ്? അതിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആയി മാറുമ്പോൾ. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായി മാറുമ്പോൾ? 8 ആയി മാറുമ്പോൾ. അതിനെ നമ്മൾ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയും, അഷ്ടകം പൂർത്തിയാക്കുക എന്നാണ് പറയുന്നത്. അതൊക്കെ ഓക്സിജൻ ആറ്റം, അതിന്റെ അറ്റോമിക നമ്പർ 8 ആണ്. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാ, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞതാ. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അജ്മൽ എന്ന് പറഞ്ഞ, അജ്മൽ ബ്ലോക്സ് എന്ന് പറഞ്ഞ ഒരു പേരുണ്ട്. അജ്മൽ ബ്ലോക്സ് എന്നാ കിടക്കുന്നത്. അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞ, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ പോലെ മൈക്ക് ഓൺ ചെയ്താൽ പറഞ്ഞാൽ മതി. പറഞ്ഞോ. പറഞ്ഞോ. 2 6 2,6 വരികയുടെ അവിടെ 8 ഇലക്ട്രോൺ ഉള്ളത്. അപ്പൊ ആ 8 ഇലക്ട്രോണുകളില് 2 എണ്ണം ഫസ്റ്റ് ഷെല്ലിലേക്ക് പോകും, ആദ്യത്തെ ഷെല്ലിലേക്ക് പോകും, കെ ഷെല്ലിൽ വരും. ബാക്കി വരുന്ന 6 ഇലക്ട്രോൺസ്, കാരണം എൽ ഷെല്ലില് 8 ഇലക്ട്രോൺസ് വരെ പോകാം, പക്ഷെ 8 എണ്ണം അവിടെ ഇല്ല, 6 ഉള്ളൂ. അതെവിടെ വന്നു? രണ്ടാമത്തെ ഷെല്ലിലും വന്നു. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 6 ആണ്. അപ്പൊ ഈ ആറ്റം സ്റ്റേബിൾ ആണോ? നിങ്ങൾ പറ, ആറ്റം സ്റ്റേബിൾ ആണോ? റിസാൽ എന്ന് പറഞ്ഞ, റിസാൽ മോനെ എന്ന് പറഞ്ഞ ഈ ആറ്റം, ഓക്സിജൻ ആറ്റം സ്റ്റേബിൾ ആണോ? അതിന്റെ ഇത് മാറ്റിയാ മതി, മാറ്റിയിട്ട് പറഞ്ഞോ. മ്യൂട്ട് മാറ്റിയിട്ട് പറ. അപ്പൊ മ്യൂട്ട് കിടക്കുക. അതിനകത്ത് തന്നെ സ്പീക്കറിന്റെ പടമുള്ളതിനകത്ത് ഒന്ന് നിൽക്കിയാൽ മതി. തുടക്കം വെച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടാകും, കുഴപ്പമില്ല. മ്യൂട്ട് മാറ്റിയിട്ട് പറ. കാണാൻ പറ്റുന്നുണ്ടോ?
കാണാം. കാണാം. അപ്പൊ റിസാലിന് മനസ്സിലാവണേ, അവിടെ ഒരു മൈക്കിന്റെ പടം ഉണ്ട് കണ്ടോ? ആ പടത്തിൽ ക്ലിക്ക് ചെയ്യും. ഇപ്പൊ അത് വെട്ടി ഇങ്ങനെ ഇട്ടേക്കുക. ആ വെട്ട് വീഴുന്നെന്ന് വെച്ചാൽ അത് നിന്റെ മൈക്ക് ഓഫ് ആണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വെട്ടങ്ങ് മാറും. അപ്പൊ അതിന്റെ അർത്ഥം അത് ഓൺ ആണ് എന്നാണ്. അത് ഓൺ ആക്കിയിട്ട് വേണം ഉത്തരം പറയാൻ. നീ പറയുന്നുണ്ട്, പക്ഷെ അത് ഓൺ അപ്പൊ ഇപ്പോഴും മ്യൂട്ടിൽ കിടക്കുന്നോണ്ടാ നീ ഉത്തരം പറയുന്നത് എനിക്കിവിടെ കാണാൻ പറ്റും, പക്ഷെ സൗണ്ട് കേൾക്കത്തില്ല. കാരണം അത് ഇപ്പോഴും മ്യൂട്ടാണ്. ആ മൈക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എല്ലാരും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അജ്മി എന്ന് പറഞ്ഞേ, അജ്മി അൽഫി എന്ന് പറഞ്ഞേ. ഈ ആറ്റം സ്റ്റേബിൾ ആണോ എന്ന് പറഞ്ഞേ, സ്ഥിരതയുള്ളതാണോ എന്ന് പറഞ്ഞേ. അജ്മി അൽഫി. പറഞ്ഞോ, ആണോ അല്ലയോ എന്ന് പറഞ്ഞാൽ മതി. സ്റ്റേബിൾ ആണോ? നോക്കേ, ഇത് സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് എങ്ങനെയാ മനസ്സിലാക്കുന്നതെന്നാ പറഞ്ഞത്. സാറ് പറഞ്ഞ എങ്ങനെ സ്റ്റേബിൾ ആണോ അല്ലയോ? സ്റ്റേബിൾ ആകണമെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം? 8 ഇലക്ട്രോൺസ് വരണം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വന്ന ആറ്റം മാത്രമേ എന്താകൂ? സ്റ്റേബിൾ ആകൂ, സ്ഥിരതയുള്ളതാകൂ. അപ്പൊ ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. അത് 8 ആയാലേ ഇതെന്തായി മാറത്തുള്ളൂ? സ്റ്റേബിൾ ആയി മാറൂ, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യൂ, സ്ഥിരതയുള്ളതായി മാറൂ. എന്നാൽ ഞാൻ കുറച്ച് എലമെന്റ്സ് എഴുതുന്നു. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. ഇത് പീരിയോഡിക് ടേബിളില് 18ാമത്തെ ഗ്രൂപ്പിൽ നിങ്ങൾ പഠിക്കും, പിന്നെ പഠിക്കത്തതേ ഉള്ളൂ. 18th ഗ്രൂപ്പ് എന്ന് പറയും. 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന 6 ഇതിനെ നമ്മൾ പറയുന്ന പേര് നോബിൾ ഗ്യാസസ് ഓർ ഇനോർട്ട് ഗ്യാസസ് എന്ന് പറയും. അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ അറ്റോമിക് നമ്പറും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇതിൽ 18 വരെ ഉള്ളത് നിങ്ങൾക്ക് പറയാം, ബാക്കി ഞാൻ അങ്ങ് എഴുതിക്കോളാം, കുഴപ്പമില്ല. ഹീലിയത്തിൻ്റെത് 2 ആണ്. അതിന് അറ്റോമിക് നമ്പർ 2 എന്ന് വെച്ചാൽ അതിൽ 2 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്ര വരും? 2 എന്ന് വരും, 2 എന്ന് വരും. അതുപോലെ തന്നെ നിയോണിന്റെ അറ്റോമിക് നമ്പർ 10 ആണ്. നിയോണിന്റെ അറ്റോമിക് നമ്പർ 10. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്ര വരുന്നത്? 2,8 എന്ന് വരും. ആർഗണിന്റേത് 18 ആണ്. അതെങ്ങനെയാ വരുന്നത്? 2,8. അപ്പൊ 8 വന്നപ്പോ രണ്ടാമത്തെ ഷെല്ല് ഫില്ലായി. ബാക്കി അപ്പൊ മൂന്നാമത്തെ ഷെല്ലിലോട്ട് പോകും. അപ്പൊ എത്ര എണ്ണം വന്നെന്ന് നോക്കുക. 2 + 8 10 ആയി. മൊത്തം 18 എണ്ണം വരണം. ബാക്കി ഇനി അപ്പൊ 8ഉം കൂടെ. ആ 8 എണ്ണം അടുത്ത ഷെല്ലിലേക്ക് പോകും. ഓക്കെ, ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. താഴോട്ടുള്ളത് ഞാൻ എഴുതി പോകാം, പഠിക്കേണ്ട നിങ്ങൾക്ക് പിന്നെ പഠിക്കത്തേ ഉള്ളൂ, ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കത്തേ ഉള്ളൂ. ഇത് താണ്ടെ 2, 8, 18, 8 എന്ന് വരും. 2, 8, 18, 18, 8 എന്ന് വരും. 2, 8, 18, 32, 18, 8 എന്ന് വരും. താഴോട്ടുള്ളത് നിങ്ങൾ പഠിക്കണ്ട, എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, ഈ പറഞ്ഞ എലമെന്റ്സിന്റെ എല്ലാം ഹീലിയം ഒഴികെ ബാക്കിയുള്ള എലമെന്റ്സിന്റെ എല്ലാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ എന്ന് വെച്ചാൽ ഏറ്റവും പുറത്തുള്ള ഷെല്ല്, ഏറ്റവും അവസാനം വരുന്ന ഷെല്ല്, അതാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്, ബാഹ്യതമ ഷെല്ല് എന്ന് പറയും. അതിൽ ഇലക്ട്രോൺ നോക്കിയേ, ഇവിടെ എത്ര? 8, 8, 8, 8, 8. കണ്ടോ? അപ്പൊ ഈ പറഞ്ഞ എലമെന്റ്സിന്റെ എല്ലാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? നോക്കി പറ, എത്ര എണ്ണം ഉണ്ട്? 8 ഇലക്ട്രോൺസ് ഇല്ലേ? അപ്പൊ 8 ഇലക്ട്രോൺ വന്നതുകൊണ്ട് തന്നെ ഈ എലമെന്റ്സ് എല്ലാം എന്താണ്? സ്റ്റേബിൾ ആണ്, സ്ഥിരതയുള്ളതാണ്.
ഇത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തതാ. അപ്പൊ ഡൗട്ട് വരും, ഹീലിയത്തിന് എന്താണ് പ്രശ്നം? ഹീലിയത്തിന് 2 ഉള്ളൂ. അപ്പൊ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുന്ന അറേഞ്ച്മെന്റിന് പറയുന്ന പേരാണ് ഒക്ടറ്റ് എന്ന് പറയും. ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുക, അഷ്ടകം പൂർത്തിയാക്കുക എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അഷ്ടകം പൂർത്തിയാക്കുക, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയും. അപ്പൊ ഈ എലമെന്റ്സ് ഹീലിയം ഒഴികെ ബാക്കിയുള്ളതെല്ലാം ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തതാണ്. സോ ദേ ആർ സ്റ്റേബിൾ എലമെന്റ്സ്. ഇനി ഹീലിയത്തിന്റെ പ്രത്യേകത, അവിടെ ഓൾറെഡി അല്ലെങ്കിൽ അവിടെ എത്ര ഇലക്ട്രോൺസേ ഉള്ളൂ? 2 ഇലക്ട്രോൺസേ ഉള്ളൂ. ആ 2 ഇലക്ട്രോൺ ഒരു ഷെല്ലിലേ വരുന്നുള്ളൂ. ആ ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡുമാണ്, പൂർണ്ണമായും നിറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ അതും സ്റ്റേബിൾ ആണ്. അതിന് നമ്മൾ ഡുപ്ലറ്റ് എന്ന് പറയും. ഒക്ടറ്റ് എന്നല്ല, ഡുപ്ലറ്റ് എന്ന് പറയും. എന്താ പറയുന്നത്? ഡുപ്ലറ്റ്. 2 എണ്ണേ ഉള്ളൂ, അതാണ് ഡുപ്ലറ്റ്. 2 എണ്ണം ഉള്ളത് കൊണ്ടാണ് ഡുപ്ലറ്റ്. 8 എണ്ണം വരുമ്പോഴാണ് അത് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ഈ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് എല്ലാം തന്നെ സ്റ്റേബിൾ ആണ്, സ്ഥിരതയുള്ളതാണ്. അതുകൊണ്ടാണ് അവയ്ക്ക് ആ പേര് വന്നത് നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് അല്ലെങ്കിൽ അലസവാതകം അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകം എന്ന പേര് വന്നത്. ബിക്കോസ് ദേ ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. അവ എന്തിൽ പങ്കെടുക്കാറില്ല? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാറേയില്ല. അപ്പൊ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ട് അവന്മാരെ അലസന്മാരെന്ന് പറയുന്ന, അലസവാതകം, ഒരു ജോലിയും ചെയ്യത്തില്ല, അങ്ങനെയുള്ളവരല്ലേ നമ്മൾ അലസന്മാരെന്ന് പറയുന്നേ. അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുന്നു. മനസ്സിലായോ? ക്ലിയർ ആയോ? അതാണ് 18th ഗ്രൂപ്പിന്റെ പ്രത്യേകത. 18ാമത്തെ ഗ്രൂപ്പിന്റെ പ്രത്യേകത, അവര് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തതാ. അപ്പൊ അവർ എന്തുകൊണ്ട് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, എന്തിനാ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നേ? എന്തിനാ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നേ? സ്റ്റേബിൾ ആകാൻ വേണ്ടി, സ്ഥിരത കൈവരിക്കാൻ വേണ്ടി. എങ്ങനെയാ സ്ഥിരത കൈവരിക്കുന്നത്? ബൈ ഓക്യുപ്പൈയിങ് 8 ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഷെൽ. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അത് സ്ഥിരത കൈവരിക്കുന്നത്. അപ്പൊ ഇവിടെ ഓൾറെഡി അവർ സ്റ്റേബിൾ അല്ലേ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഇല്ലേ? അതുകൊണ്ട് തന്നെ ഓൾറെഡി അവർ സ്റ്റേബിളാ. പിന്നെ അവർ റിയാക്ഷനിൽ പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അവർ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാത്തത്. പിന്നെ ഹീലിയത്തിന് മാത്രം ഒരു എക്സെപ്ഷൻ, അവിടെ ഒരു ഷെല്ലേ ഉള്ളൂ. ആ ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡുമാണ്, പൂർണ്ണമായി നിറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇനി റിയാക്ഷനിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക്. എന്താണ്? 1-2 ചോദ്യങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണും. ഒന്നാമത്തെ ചോദ്യം എന്താണ്? Why do atoms take part in chemical reaction? എന്തുകൊണ്ടാണ് ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്? എന്തുകൊണ്ടാണ്? ഞാൻ ഉത്തരം പറഞ്ഞോളാം. എന്തുകൊണ്ടാണ് അവർ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്? ഫോർ അറ്റൈനിങ് സ്റ്റെബിലിറ്റി. എന്ത് കൈവരിക്കുന്നതിന് വേണ്ടി? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി, സ്ഥിരത കൈവരിക്കാൻ വേണ്ടി. സ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടിയാണ് അവർ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. അപ്പൊ തന്നെ അവിടെ നിന്ന് വീണ്ടും ഒരു ചോദ്യം വരും, ഹൗ ആൻ ആറ്റം ബിക്കം സ്റ്റേബിൾ? എങ്ങനെയാണ് ഒരു ആറ്റം സ്റ്റേബിൾ ആയി മാറുന്നത് അല്ലെങ്കിൽ സ്ഥിരതയുള്ളതായി മാറുന്നത്? എങ്ങനെയാണ്? ബൈ ഓക്യുപ്പൈയിങ് 8 ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഷെൽ. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളിക്കുമ്പോഴാണ് അതെന്തായി മാറുന്നത്? സ്റ്റേബിൾ ആയി മാറുന്നത്, സ്ഥിരതയുള്ളതായി മാറുന്നത്. അങ്ങനെ സ്ഥിരതയുള്ളതായി മാറുമ്പോൾ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടാവും. ആ ഒരു അറേഞ്ച്മെന്റിന് പറയുന്ന പേര് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയും. എന്താണ്? ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുക, അഷ്ടകം പൂർത്തിയാക്കുക. ഓക്യുപ്പൈയിങ് 8 ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഈസ് നോൺ ആസ് ഒക്ടറ്റ്. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളിക്കുന്നതിനെയാണ് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അഷ്ടകം പൂർത്തിയാക്കുക എന്ന് പറയും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യം? അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പീരിയോഡിക് ടേബിളിലെ 18th ഗ്രൂപ്പ്, 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ എല്ലാം തന്നെ എന്താണ്? സ്റ്റേബിൾ ആണ്. അപ്പൊ ബാക്കിയുള്ള എലമെന്റ്സ് സ്റ്റേബിൾ ആണോ? ബാക്കിയുള്ള എലമെന്റ്സ് ആ പീരിയോഡിക് ടേബിളിൽ 118ഓളം എലമെന്റ്സ് ഉണ്ട്. അത് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നേ. അപ്പൊ ആ 118 എലമെന്റ്സിലെ എല്ലാം സ്റ്റേബിൾ ആണോ? ആകെ ആ 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്നേ ഉള്ളൂ. വേറെ എലമെന്റ് നോക്കിയേ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, അതുപോലെ തന്നെ മഗ്നീഷ്യം,
സോഡിയം, അലൂമിനിയം. ഇതൊക്കെ നോക്കാം, ഇതിന്റെയൊക്കെ പ്രത്യേകത നോക്കാം. ഇവിടെ കാർബൺ അറ്റോമിക് നമ്പർ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, മാഗ്നീഷ്യം 12, സോഡിയം 11. ഇതൊക്കെയാണ് ഇതിന്റെ അറ്റോമിക് നമ്പർ. അപ്പൊ കാർബണിന്റെ ഒന്ന് പറഞ്ഞ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും നോക്കിയേ, 2,4 എന്ന് വരും. ആണല്ലോ, സംശയം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കണേ, ഇപ്പോഴേ ചോദിക്കണേ. അതുപോലെ തന്നെ നൈട്രജന്റെ ആണെങ്കിലോ 2,5 എന്ന് വരും, 7 അല്ലേ, അപ്പൊ 2,5. ഓക്സിജൻ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ 2,6. ഫ്ലൂറിനോ 9 ആണ്, അപ്പൊ അത് 2,7 എന്ന് വരും. അതുപോലെ തന്നെ മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞേ, മഗ്നീഷ്യം എന്തായിരിക്കും വരുന്നത്, 12 ആണ്. അപ്പൊ 2,10 വരുമോ, 10 വരുമോ? 8 വരും. കാരണം സെക്കൻഡ് ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോണിനെ മാത്രമേ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റൂ. ഫസ്റ്റ് ഷെല്ലിൽ 2, സെക്കൻഡ് ഷെല്ലിൽ 8. അപ്പൊ എങ്ങനെ വരുന്നത്, 2,8, ബാക്കി എത്ര ഉണ്ടോ അതങ്ങ് എഴുതിയാൽ മതി. ഇവിടെ ആകെ 2, 8, 10 വന്നേക്കുന്നത്, ബാക്കി 2, അപ്പൊ 12. അതേപോലെ സോഡിയത്തിന്റെ ആണെങ്കിൽ 2,8,1 എന്ന് വരും. അടുത്ത നെക്സ്റ്റ് വൺ അലൂമിനിയം ആണെങ്കിലോ 2,8, അലൂമിനിയം 3. കണ്ടോ? അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എലമെന്റ്സ് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഈ പറഞ്ഞ എലമെന്റ്സ് സ്റ്റേബിൾ ആണോ, സ്ഥിരതയുള്ളവയാണോ? ഈ എഴുതിയിരിക്കുന്ന എല്ലാ എലമെന്റ്സും സ്റ്റേബിൾ ആണോ? അല്ല. അങ്ങനെ സ്റ്റേബിൾ ആകണമെങ്കിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം, 8 ഇലക്ട്രോൺസ് വരണം. അതിപ്പോ എത്രാമത്തെ ഷെല്ലാണെങ്കിലും കുഴപ്പമില്ല, ഔട്ടർ മോസ്റ്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. അവസാനം വരുന്ന ഷെല്ലായിരിക്കണം, ലാസ്റ്റ് വരുന്ന ഷെല്ലായിരിക്കണം. അവിടെ 8 ഇലക്ട്രോൺസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് സ്റ്റേബിൾ അല്ല, ഇത് അൺസ്റ്റേബിൾ ആണ്. സ്ഥിരതയില്ല, അസ്ഥിരമാണ്. അപ്പൊ ഇവര് സ്ഥിരത കൈവരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? They take part in chemical reaction. അവ രാസപ്രവർത്തനത്തിൽ എന്ത് ചെയ്യും? പങ്കെടുക്കും. അത് സ്വയം അല്ലെങ്കിൽ അതിന്റെ തന്നെ ആറ്റമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആറ്റമായിട്ടോ അവർ കമ്പൈൻ ചെയ്യും, കൂടിച്ചേരും. അങ്ങനെ കൂടിച്ചേർന്നാണ് അവർ എന്തായി മാറുന്നത്? സ്റ്റേബിൾ ആയി മാറുന്നത്, സ്ഥിരതയുള്ളതായി മാറുന്നത്. അങ്ങനെ സ്ഥിരതയുള്ളതായി ആറ്റങ്ങൾ കൂടിച്ചേർന്നാൽ പിന്നെ അതിനെ ആറ്റം എന്ന് നമ്മൾ പറയത്തില്ല. അതിന് വേറൊരു പേരാണ് നമ്മൾ പറയുന്നത്, മോളിക്യൂൾസ് എന്ന് പറയും. എന്താ പറയുന്നത്? മോളിക്യൂൾസ്, തന്മാത്രകൾ എന്ന് പറയും. അതിൽ തന്നെ 2 തരത്തിലുള്ള തന്മാത്രകളുണ്ട്. മോളിക്യൂൾസ് ഓഫ് സെയിം ആറ്റം എന്നും മോളിക്യൂൾസ് ഓഫ് ഡിഫറെന്റ് ആറ്റംസും ഉണ്ട്. ഒരേ ആറ്റത്തിന്റെ തന്മാത്രകളും ഉണ്ട്, വ്യത്യസ്ത ആറ്റങ്ങളുടെ തന്മാത്രകളും ഉണ്ട്. പിന്നെ നേരത്തെ എഴുതിയ O2, ഓക്സിജൻ എന്താണ്? അതൊരു മോളിക്യൂൾ ആണ്, ആണല്ലോ. എന്തുകൊണ്ട് മോളിക്യൂളായി? ആറ്റം കൂടി ചേർന്നത് കൊണ്ട് മോളിക്യൂളായി. അവിടെ 2 ഓക്സിജൻ ആറ്റം ഉണ്ട്, അതുകൊണ്ടാണ് അതിനെ O2 എന്ന് എഴുതിയത്. ഇനി വേറൊരു മോളിക്യൂൾ ആണ് CO2. CO2 എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ്. അതൊരു മോളിക്യൂൾ ആണ്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൽ ഏതൊക്കെ ആറ്റം ഉണ്ടെന്ന് നോക്കിയേ. C, എന്തോ C? കാർബൺ. O എന്താണ്? ഓക്സിജൻ. ഇനി കാർബണിന്റെ എത്ര ആറ്റം, ഓക്സിജന്റെ എത്ര ആറ്റം? അതുകൂടെ ഒന്ന് പറ. കാർബണിന്റെ എത്ര ആറ്റം, ഓക്സിജന്റെ എത്ര ആറ്റം? അത് പറയാനായിട്ട് നിങ്ങൾക്ക് പലർക്കും അറിയത്തില്ല, നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അത് പറയാനായിട്ട് ആ കാർബണിന്റെ തൊട്ട് താഴെയുള്ള നമ്പർ നോക്കണം. കാർബണിന്റെ തൊട്ട് താഴെയുള്ള നമ്പർ നോക്കണം. അവിടെ നമ്പർ ഒന്നും ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം 1 എന്നാണ്. അവിടെ നമ്പർ ഒന്നും ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? 1 എന്നാണ്. അപ്പൊ അവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? നമ്പർ വല്ലതും ഉണ്ടോ ഇവിടെ? നമ്പർ ഇല്ല, അതിന്റെ അർത്ഥം 1, ഒരു കാർബൺ ആറ്റം. ഇനി എത്ര ഓക്സിജൻ ആറ്റം? അതിന് താഴെയുള്ള നമ്പർ നോക്കിയാൽ മതി. അപ്പൊ എത്ര ഓക്സിജൻ ആറ്റം? 2 ഓക്സിജൻ ആറ്റം. അവിടെ ഒരു കാർബൺ ആറ്റവും 2 ഓക്സിജൻ ആറ്റവും കൂടെ കൂടിച്ചേർന്നാണ് ഏത് മോളിക്യൂൾ ഉണ്ടായിരിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു മോളിക്യൂൾ ആണ് NH3. ഇതിന്റെ പേര് അമോണിയ എന്നാണ്. ഇതൊക്കെ ഇപ്പോഴേ പഠിച്ചോണേ.
അമോണിയ. ഇതിന്റെ പേരെന്താണ്? അമോണിയ. അതൊരു ഗ്യാസാ, ഒരു വാതകമാണ്. പേരൊക്കെ ഇപ്പോഴേ പഠിച്ചു. നമ്മൾ ഇതൊക്കെ ഇനി അങ്ങോട്ട് വരുന്ന ക്ലാസ്സുകളിൽ ആവശ്യമാണ്. അപ്പൊ ഈ അമോണിയയില് ഏതൊക്കെ ആറ്റങ്ങൾ കൂടി ചേർന്ന അമോണിയ മോളിക്യൂൾ ഉണ്ടായിരിക്കുന്ന നോക്കി പറ. എന്നാരെയാ? നൈട്രജൻ. എച്ച് ആരുടേതാ? എച്ച് ഹൈഡ്രജൻ. അപ്പൊ എത്ര നൈട്രജൻ ഉണ്ട്? 1. ഒരു നൈട്രജനും എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3. 3 ഹൈഡ്രജനും ഉണ്ട്. അപ്പൊ ഒരു നൈട്രജൻ ആറ്റവും 3 ഹൈഡ്രജൻ ആറ്റവും കൂടെ കമ്പൈൻ ചെയ്ത് കൂടിച്ചേർന്നാണ് എന്തുണ്ടാകുന്നത്? അമോണിയ മോളിക്യൂൾ എന്ന് പറയും. അപ്പൊ ഓക്സിജനിൽ എത്ര ഓക്സിജൻ ആറ്റങ്ങളുണ്ട്? O2-ൽ 2 ഓക്സിജൻ ആറ്റം. അപ്പൊ ഇതിനെ നമ്മൾ മോളിക്യൂൾ, ഇതെല്ലാം മോളിക്യൂൾ ആണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താ? മോളിക്യൂൾ ഓഫ് സെയിം ആറ്റം, ഒരേ ആറ്റത്തിന്റെ മോളിക്യൂൾ ആണിത്. ഓക്സിജൻ അല്ലേ? എന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും ആറ്റം ഉണ്ടോ? ഓക്സിജൻ മാത്രമല്ലേ അവിടെ ഉള്ളൂ? വേറെ ഏതെങ്കിലും ആറ്റം ഉണ്ടോ അവിടെ? ഇല്ല. ഇനി CO2 അങ്ങനെയാണോ? മോളിക്യൂൾ ഓഫ് സെയിം ആറ്റം ആണോ? ഒരേ ആറ്റങ്ങളുടെ തന്മാത്രയാണോ? അല്ല. അവിടെ ഏതൊക്കെ ആറ്റം ഉണ്ട്? കാർബണിന്റെ ആറ്റവും ഉണ്ട്, ഓക്സിജന്റെ ആറ്റവും ഉണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ മറ്റൊരു പേരും കൂടെ പറയും. ഇതിനെ നമ്മൾ കോമ്പൗണ്ട്സ് എന്നും പറയും. ഇത് കോമ്പൗണ്ട് ആണോ? അല്ല. O2 കോമ്പൗണ്ട് അല്ല. ഒരു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. O2 കോമ്പൗണ്ട് അല്ല. പക്ഷേ CO2 കാരണം കോമ്പൗണ്ട് ആകണമെങ്കിൽ കോമ്പൗണ്ട്സ് ആർ പ്യൂർ സബ്സ്റ്റൻസസ് വിച്ച് കണ്ടെയ്ൻ അല്ലെങ്കിൽ എന്താണ് വിച്ച് ഫോം by the combination of 2 or more different elements. 2 or more different elements. രണ്ടോ അതിലധികമോ വ്യത്യസ്ത മൂലകങ്ങൾ കൂടി ചേർന്നാണ് എന്തുണ്ടാകുന്നത്? കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. ഇവിടെ ഏതൊക്കെ എലമെന്റ്സ് ആ ഉള്ളത്? കാർബണും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. 2 എലമെന്റ്സ് അല്ലേ? ഇവിടെ നൈട്രജനും ഉണ്ട്, അമോണിയ ഉണ്ട്, സോറി ഹൈഡ്രജനും ഉണ്ട്. അതും ഡിഫറെന്റ് എലമെന്റ്സ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം മോളിക്യൂളും ആണ്. പക്ഷെ ഇത് മോളിക്യൂൾ ഓഫ് സെയിം ആറ്റം, ഒരേ ആറ്റത്തിന്റെ മോളിക്യൂളും. ഇതെന്താണ്? മോളിക്യൂൾ ഓഫ് ഡിഫറെന്റ് ആറ്റം, വ്യത്യസ്ത ആറ്റത്തിന്റെ മോളിക്യൂളും ആണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവര് കൂടി ചേർന്ന് എന്തായി മാറും? ആറ്റങ്ങൾ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി, സ്ഥിരത കൈവരിക്കാൻ വേണ്ടി ഇവര് കൂടി ചേർന്ന് എന്തായി മാറും? മോളിക്യൂൾസ് ആയിട്ട് മാറും, അല്ലെങ്കിൽ തന്മാത്രകളായിട്ട് മാറും. അപ്പൊ ഇവര് തമ്മിൽ ഇങ്ങനെ തന്മാത്രകളാകുമ്പോ ഇവിടെ O2 എന്ന് പറയുന്ന കേസിലും ഇതൊരു ഓക്സിജൻ ആറ്റം, ഇതൊരു ഓക്സിജൻ ആറ്റം. ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് എന്തായി മാറി? O2 ആയി മാറിയപ്പോൾ ഈ 2 ഓക്സിജൻ ആറ്റവും സെപ്പറേറ്റ് ചെയ്താണോ കാണപ്പെടുന്നത്? അല്ല. 2 ഓക്സിജൻ ആറ്റവും വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ വെവ്വേറെ അല്ല കാണപ്പെടുന്നത്. പിന്നെ എങ്ങനെയാ കാണപ്പെടുന്നത്? കൂടി ചേർന്നിരിക്കുക അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുക.